Hi there, I'm 25. Today I choose different path. No expectation, no compromise, no waiting for a right person. Yes, I am going to be a bachelor. Welcome to my YouTube channel. This is your JD speaking. എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ അൺമാരീഡ് ആയിട്ടും കമ്മിറ്റഡ് അല്ലാതെ ഇരിക്കുന്നത്? ഇത് എന്താണെന്ന് പറയുന്നതിനേക്കാൾ മുന്നേ ഇതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ സ്മാർട്ട് ഫോൺ ആണ്. ഒരു 20 വർഷത്തിന് മുന്നേ ആരും ഒരു മാരേജിനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതിന് വേണ്ടി ഇത്രയധികം ആലോചിക്കുകയോ അല്ലെങ്കിൽ ഭയപ്പെടുകയോ ചെയ്തിട്ടുണ്ടാവില്ല. ബട്ട് ഇന്ന് അങ്ങനെയല്ല കാര്യങ്ങൾ. ഇന്ന് നമുക്ക് അറൌണ്ട് ദ വേൾഡ് ആരെ വേണമെങ്കിലും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ വഴി ഒരു കോണ്ടാക്ട് ഉണ്ടാക്കാൻ, ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റ് ആണ് ഇന്ന് കാണുന്ന പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പിന് കാരണം. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് തരുവാണ്. ഇതിലൊന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പെട്ടെന്ന് തന്നെ ചൂസ് ചെയ്യും. അല്ലാതെ നിങ്ങൾക്കൊരു 4 ഓപ്ഷൻസ് തരുവാണ്. അതിൽ നിന്ന് ഒന്ന് പിക്ക് ചെയ്യാൻ പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കും. ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള കൗണ്ട്ലെസ് ആയിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്. യെസ്, നമുക്കറിയാം വ്യക്തമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ മാരേജിൽ എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്നത്. തുടക്കത്തിലുള്ള ഈ ഹോർമോൺ റഷും ഫിസിക്കൽ ഇന്റിമസിയും അല്ലാതെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും ഫാമിലി പ്രോബ്ലം, ഫിനാൻഷ്യൽ പ്രോബ്ലം, വർക്ക് പ്രഷർ, ക്വാളിറ്റി ടൈം, ഇത്തരം സ്ട്രഗിളിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇന്ന് ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും സ്വന്തം കരിയറിനാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഒറ്റവാക്കി പറഞ്ഞാൽ ഇത് എന്താണെന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ആർക്കുമില്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ആരുമില്ല. ഹ്യൂമൻ ബോഡി റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചും മെൻസ്ട്രൽ സൈക്കിളും ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഇത്തരം ക്ലാസ്സുകളെ കുറിച്ച് മാത്രം ഒതുങ്ങി പോകും നമ്മുടെ സെക്സ് എഡ്യൂക്കേഷൻ. പ്രീ സെക്സ്, ഇന്റർകോഴ്സ്, സെക്സ് പൊസിഷൻ, മാസ്റ്റുബേഷൻ എന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു സെക്സിൽ എങ്ങനെ ഏർപ്പെടാമെന്നുള്ള ധാരണ ആർക്കും ഇന്നില്ല. ഈ പറഞ്ഞ പല പേരുകളും ഇന്ന് വരെ കേൾക്കാത്തവരായിട്ട് പലരും ഉണ്ടാവും. ഇതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സെക്ഷൽ ഹറാസ്മെന്റുകൾ നാട്ടിൽ നടക്കുന്നത്. Finally, back to the point. The fear of relationship and marriage is called. ഈ സ്മാർട്ട് ഫോൺ വന്നതോടുകൂടി നമ്മുടെ ലൈഫിൽ പല നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ്. ഓൾമോസ്റ്റ് എല്ലാ ബ്രേക്കപ്പുകളും ഡിവേഴ്സുകൾക്കും കാരണം ഈ സ്മാർട്ട് ഫോൺ തന്നെയാണ്.